ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ബിഗ് ബോസിൽ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതോടൊപ്പം കാണുന്ന ഹൈപ്പ് കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ബിഗ് ബോസിലേക്ക് നിവിൻ തിരിച്ച് കയറിയിട്ടുണ്ട്. ബാക്കി ഉള്ള കണ്ടസ്റ്റന്റുകളെല്ലാം നന്നായിട്ട് ഗെയിം കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും. വേറെ വിഷയങ്ങളൊന്നും കണ്ടില്ല. അടിയും പിടിയും ബഹളവും ഒക്കെ എല്ലാ ദിവസവും ഉള്ളതുപോലെ ഇന്നും ഉണ്ട്. കിച്ചണിലിട്ടിട്ടുള്ള അടികൂടല്, പുറത്തേക്ക് വന്നാൽ അടികൂടല്, ഇത്രയും പക്വതയുള്ള മിക്കവരും അതിൽ മാരേജ് കഴിഞ്ഞ് കുട്ടികളുള്ള അമ്മമാരാണ്. മാരേജ് കഴിഞ്ഞില്ല എങ്കിൽ പോലും അവർക്കും പക്വതയുള്ളവരാണ്. ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും കൂടി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. എന്താ ഇതിനൊരു പോംവഴി? അപ്പോൾ രേണുസുതിയെക്കുറിച്ച് പുറത്തേക്ക് വന്ന സരികയും ശാരികയും രണ്ടുപേരും, ഒരാൾ ഹോട്ട് സീറ്റിലെ അവതരണം ആണെങ്കിൽ മറ്റേയാൾ മിമിക്രിയിലെ കലാകാരിയാണ്. ഒത്തിരി ഷോകളൊക്കെ ചെയ്തു കൊണ്ടുപോകുന്ന 20 വർഷത്തോളമായിട്ട് കലാരംഗത്ത് പിടിച്ചു നിന്ന് പോകുന്ന കലാകാരിയാണ് സരിക. അപ്പം സരികയും പറയുന്നു രേണു അത്ര നല്ലതല്ല എന്ന്. എന്താണ് എല്ലാവർക്കും പുറത്ത് ഒരുവിധം എല്ലാവർക്കും 75% ആളുകൾക്കും അറിയാം രേണു നല്ല രീതിയിലല്ല പോകുന്നത് എന്ന്. ഇപ്പോൾ ബിഗ് ബോസിനകത്ത് പോയപ്പം അവിടെ വെച്ചിട്ട് പുറത്തുള്ളവരാണെങ്കിൽ പോലും അവര് അകത്തുനിന്ന് കൂടുതൽ അവളെ മനസ്സിലാക്കിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം ഹനാന്റെ ഒരു വോയിസ് കേട്ടു. ഹനാൻ പറയുന്നത് ഹനാൻ നല്ലൊരു സുഹൃത്തായിരുന്നു രേണു എന്നും, ഈ സൗഹൃദം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രേണുവിനെ സുധി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ രേണുവിന് മറ്റൊരു ആളുമായി അവിഹിതമുണ്ടായിരുന്നു. ആ അവിഹിതത്തിലൂടെ ഗർഭിണിയാവുകയും സുധിയുടെ മരണശേഷം ആ ഗർഭം അലസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രേണു എല്ലാവരെയും ഓരോ കാര്യങ്ങൾ അടിച്ചാക്ഷേപിക്കുമ്പോഴും സ്വന്തം പല കുറ്റങ്ങളും ഉണ്ടായിട്ട് രേണു എങ്ങനെ പിടിച്ചു നിന്ന് പോയതെന്നാണ്. രേണു പാൻസ് ഒന്ന് ഇങ്ങോട്ട് വന്നാൽ നന്നായിരുന്നു. പക്ഷെ ഹനാന്റെ വീഡിയോയിൽ കൂടിയാണ് നിമിഷ ബിജോയുടെ ഒരു നല്ല സുഹൃത്തായിരുന്നു അത്ര സുധി. ആ സൗഹൃദത്തിന്റെ പേരിലാണ് സുധിയുടെ ഭാര്യ രേണുവുമായിട്ട് നിമിഷ ബിജോ സൗഹൃദം തുടങ്ങിയത്. അതിനുശേഷം സുധിയുടെ 2ാമത്തെ ആണ്ട് ദിവസം നിമിഷ ബിജോ സുധിയുടെ ഭാര്യയെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ വീട്ടിൽ പോവുകയും കുഞ്ഞിനൊക്കെ ചോറ് വാരി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതേ നിമിഷ ബിജോ തന്നെ പറയുന്നതും ചില വാക്കുകൾ നമുക്ക് കേൾക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിമിഷ ബിജോ പറയുന്നത് സുധി അത്ര നല്ല ആളല്ല, എങ്കിലും രേണു അതിനേക്കാളും മോശമാണ്. രേണു സുധി വിവാഹം ചെയ്തു ഒരിക്കൽ, 2ാമതൊരാളെ വിവാഹം ചെയ്തു, 3ാമത് സുധി വിവാഹം കഴിഞ്ഞത് രേണുവിനെ. ഇത് പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയാം. രേണുവാകട്ടെ സീക്രട്ടായിട്ട് കുറച്ച് പേരുമായിട്ട് സൗഹൃദം കൊണ്ട് നടക്കുകയും ആരും അറിഞ്ഞിട്ടില്ല, ആരും അറിയില്ല എന്ന ഒരു തോന്നലുണ്ടാക്കുകയും ഒരു 25 വയസ്സോളം പ്രായമുള്ള 25 വയസ്സേ പ്രായമുള്ളൂ ആ പയ്യന്. അങ്ങനെ ആ പയ്യനിൽ നിന്നും ഗർഭിണിയായെന്നും, ഈ ഗർഭിണിയാകുക എന്ന് പറഞ്ഞത് നമ്മളൊരാളോട് സംസാരിച്ചാലോ അടുത്തിരുന്നാലോ ഉണ്ടാകുന്ന കാര്യമല്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ അത് ഇന്ന് അറിയാത്ത മനുഷ്യരായ മുതിർന്നവരും കുട്ടികൾക്ക് വരെ അറിയാവുന്നൊരു കാര്യമാണ്. എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തത് കൊണ്ടോ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത് കൊണ്ടോ
ഒരുമിച്ച് സംസാരിച്ചത് കൊണ്ടോ ഒരു യാത്ര പോയത് കൊണ്ടോ ഗർഭിണിയാകില്ല. ഒരു ഗർഭിണിയാകണമെങ്കിൽ ആ പെണ്ണ് ഏതൊക്കെ രീതിയിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ആർമിക്കാരൊന്ന് വന്നാൽ നന്നായിരുന്നു. ഇങ്ങോട്ട് വാ. സുധിയുടെ ഭാര്യയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വരും. ആരെ? ഫാൻസുകാരോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇത്രയൊക്കെ പൊക്കിപ്പിടിച്ച് നടന്നിട്ട് എന്താ ഇത് ഇങ്ങനെ ആയിപ്പോയത്? സുധിയുടെ ഭാര്യ രേണു ഗർഭിണിയായതും അബോർഷൻ നടത്തിയ തീയതി, അബോർഷൻ നടത്തിയ ഹോസ്പിറ്റലിൽ കൂടെ പോയിരുന്ന ആരാണ് എന്നുള്ളത് എല്ലാം പുറത്തു വരാനിരിക്കുകയാണ്. ഈ ഒരു രേണു എന്ന ഈ സ്ത്രീ കഥാപാത്രം ഒരു 2 വർഷമായിട്ട്, സുധിയുടെ മരണശേഷമാണല്ലോ എല്ലാവരും രേണു എന്ന സ്ത്രീനെ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയത്. അതിനു മുമ്പ് സുധിയുടെ ഭാര്യ എന്ന നിലയ്ക്ക് വീട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്നൊരു പെണ്ണാണെന്നാണ് വിചാരിക്കുന്നത്. അതിനു മുമ്പേ അവരുടെ സൗഹൃദ വലയത്തിൽ അവർ പോകുന്നുണ്ടായിരിക്കും. പക്ഷേ രേണു എന്ന ഈ സ്ത്രീ പല വഴിയിൽ കൂടെയും പോവുകയും വരികയും പലരുമായി ബന്ധം സ്ഥാപിക്കുകയും എല്ലാവരിൽ നിന്നും പണം കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കാം, അതായിരിക്കും ഉദ്ദേശിച്ചത്. പ്രജീഷ് എന്ന നല്ലൊരു സുഹൃത്തുണ്ടല്ലോ, പൊന്നാങ്ങളെ ഒന്ന് സൂക്ഷിച്ചോ കേട്ടോ. അത് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് എൻ്റെ അനിയനാണ് എന്ന് പറയുന്നത് പോലൊന്നും അല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ. എല്ലാവരെയും എൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് കൂടെ കിടക്കാനും ഒരാൾ വേണ്ടേ? ആ കിടന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. രേണു ഒരു പയ്യനിൽ നിന്നും ഗർഭിണിയായെന്നും ആ ഗർഭം മറച്ചു വയ്ക്കാൻ ഒരുപാട് ശ്രമിച്ചു എന്നും അവസാനം അത് അബോർഷൻ നടത്തി പുറത്ത് കളയുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവൾ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന് അവൾ കിടക്കുന്നതും ഉറങ്ങുന്നതും എപ്പോഴും കിടത്തവും ഉറക്കവും ഇരുത്തവും മാത്രമാണ്. ആ രേണുവിന് ഒരു ടാസ്ക് പോലും സ്വന്തമായി കളിച്ച് നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ടാസ്ക് കളിക്കാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്. വന്ന് ഇരുന്നിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ഷൻ കൂടുക, ആ കണക്ഷനിൽ നിന്നും സ്വന്തമെങ്കിലും ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുക, ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക, അയാളെ വെച്ച് വിലപേശുക, പണം കൈക്കലാക്കുക. ഇതായിരിക്കും രേണുവിൻ്റെ ഒരു ജോലി. രേണുവിൻ്റെ ജോലി അതാണ്. ഏതൊരു ജോലി ചെയ്താലും അതിന് പ്രതിഫലം ഉണ്ടല്ലോ. അപ്പോൾ ഇതും ഒരു ജോലിയാണല്ലോ. മറ്റുള്ളവരെ കാണുകയുമില്ല, കേൾക്കുകയുമില്ല. എല്ലാവർക്കും ഒരുപോലെ ദോഷം വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അകത്തിരിക്കുന്ന വല്ലവന്മാർക്കും അറിയുമോ ഇതൊക്കെ? ഒന്നും അറിയില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം.